വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്ന മെയിൻ എക്സാമിൻ്റെ CPO, WCPO എന്നീ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത്? അപ്പോൾ ശ്രേണി ഒന്ന് എഴുതി നോക്കിയേ. 17, 20, 25, 32. 17, 20, 25, 32. എന്താ പ്രത്യേകത നോക്കിയേ. 17, 20, 25, 32. 17ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് 20 കിട്ടി. 20ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ നമുക്ക് 25 കിട്ടി. 25ൻ്റെ കൂടെ നമ്മൾ 7 കൂട്ടിയപ്പോൾ നമുക്ക് 32 കിട്ടി. അങ്ങനെയാണെങ്കിൽ തൊട്ട് അടുത്ത നമ്പർ എന്തായിരിക്കും? 3, 5, 7, 9 അല്ലേ? 9 കൂട്ടണം. 9 കൂട്ടുമ്പോൾ 41 കിട്ടും. ക്ലിയർ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്ലസ് എന്നത് ഡിവിഷനെ സൂചിപ്പിക്കുന്നു. മൈനസ് എന്നത് ഇൻറ്റൂനെയും അടുത്ത ഡിവിഷൻ എന്നുള്ളത് പ്ലസിനെയും സൂചിപ്പിക്കുന്നു. ഇൻറ്റു എന്നത് മൈനസിനെയും സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 48 + 12 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 - 5 എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. 48 + 12 ഡിവൈഡഡ് ബൈ 15 എന്നുള്ളതാണ് അല്ലേ? ഡിവൈഡ് ബൈ 15 ഇൻറ്റു 2 - 5. ഓക്കെ, ഇവിടെ അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലസ് എന്നുള്ളത് ഡിവിഷനെ സൂചിപ്പിക്കുന്നു അല്ലേ? അന്നേരം പ്ലസ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡിവിഷൻ കൊടുക്കാം. 48 ഡിവൈഡ് ബൈ 12. ഇനി ഡിവിഷൻ എന്നുള്ളത് പ്ലസ്സിനെ സൂചിപ്പിക്കുന്നു, അപ്പം പ്ലസ് ഇട്ട് കൊടുക്കാം 15. അടുത്ത ഇൻറ്റു എന്നുള്ളത് മൈനസിനെ സൂചിപ്പിക്കുന്നു. മൈനസ് എന്നുള്ളത് ഇൻറ്റുവിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി എന്താ ഇതിനകത്തിലെ റൂൾ? ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് വരികയാണെങ്കിൽ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ബോഡ് മാസ് എന്നുള്ളതാണ് അല്ലേ? അപ്പം ബ്രാക്കറ്റ് ഓഫ് ഇത് രണ്ടും ഇതിനകത്ത് ഇല്ല. അടുത്ത ഡിവിഷൻ ആദ്യം ചെയ്യണം. ദേ നോക്കിയേ. 48 ഡിവൈഡഡ് ബൈ 12. 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? എത്ര കിട്ടും? 4 കിട്ടും. 24, 8, 1 4, 4, 48 കിട്ടും അല്ലേ? 4 കിട്ടി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കണം. ഏതൊക്കെ? ഇതേ നോക്കിയേ. 2ഉം 5ഉം കൂടെ ഗുണിക്കണം. 2ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 10 കിട്ടി. ഇനി നോക്കിയേ എന്തൊക്കെ കിടപ്പുണ്ട്? +15 - 10. 4 + 15 - 10. ഇങ്ങനായി നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. 4 + 15 19. 4 + 15 19. 19 - 10 ആൻസർ കിട്ടി 9. 19 - 10 9 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കി. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഗോപു അതേ ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. എങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ഇതേ നോക്കി. എന്താ ഇക്വേഷൻ? xy ഡിവൈഡ് ബൈ x + y. ആദ്യം ചെയ്യുന്ന ആളുടെ ജോലിയെ നമുക്ക് x എന്ന് എടുക്കാം. രണ്ടാമത് ചെയ്യുന്ന ആളുടെ ജോലി നമുക്ക് y എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് കിട്ടും? നമുക്ക് 20 × 30 ഡിവൈഡഡ് ബൈ 20 + 30. 20 + 30. 20 × 30 എത്ര കിട്ടും? നമുക്ക് 600 എന്ന് കിട്ടും അല്ലേ? 600 എന്ന് കിട്ടി. 20 × 30 600. ഇനി 20 + 30 എത്ര കിട്ടി? 50 എന്ന് കിട്ടി. എത്ര എന്ന് കിട്ടി? 50 എന്ന് കിട്ടി. 0 ക്യാൻസൽ ചെയ്ത് അല്ലേ? 0 ക്യാൻസൽ ചെയ്ത്. ഇനി എത്ര? ഇത് 5ഉം 60ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയാൽ. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും? അപ്പോൾ ആലോചിക്കുക. ഇവിടെ 54 കിലോമീറ്റർ വേഗതയിലാണ് തന്നിരിക്കുന്നത്. 54 km/h വേഗതയിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കിലോമീറ്ററിലും ഹവറിലുമാണ് യൂണിറ്റ് തന്നിരിക്കുന്നത്. കിലോമീറ്ററിലും ഹവറിലുമുള്ള യൂണിറ്റാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇതേ നോക്കിയ തീവണ്ടിയുടെ നീളം 150 മീറ്റർ. അത് കഴിഞ്ഞിട്ട് 450 മീറ്റർ നീളമുള്ള ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. അതും മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എത്ര സെക്കൻഡ് സമയം എന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ് സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ 54 km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവെർട്ട് ചെയ്യാം. എത്രയിലേക്ക് കൺവെർട്ട് ചെയ്യാം? മീറ്റർ/സെക്കൻഡിലേക്ക് കൺവെർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നതെല്ലാം മീറ്ററും സെക്കൻഡും ആയതുകൊണ്ട് നമുക്ക് km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം. എങ്ങനെയാണ് km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റുന്നത്? എന്ത് ചെയ്യണം? × 5/18 കൊണ്ട് ഗുണിക്കണം.
നോക്കിയേ 18 ഇൻറ്റു 54, 18 ഇൻറ്റു 54 നമുക്ക് 3. ഓക്കെ, 18നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 54 കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 5 15 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനർത്ഥം എന്താ? ഒരു സെക്കൻഡിൽ 15 മീറ്റർ ആ ട്രെയിൻ സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ 15 മീറ്റർ ആ ട്രെയിൻ സഞ്ചരിക്കും. ഓക്കെ, അത് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ ട്രെയിനിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രെയിനിൻ്റെ കണക്ക് തരുമ്പോൾ അതിനകത്ത് ഈ ട്രെയിൻ മറികടക്കുന്നത് മറ്റൊരു ട്രെയിനെ അല്ലെങ്കിൽ ഒരു പാലത്തെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനെ, അങ്ങനെ നീളത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നീളം പറയാൻ പറ്റുന്ന ഏതെങ്കിലും വസ്തുവിനെയാണ് അത് മറികടക്കുന്നതെങ്കിൽ, ട്രെയിൻ മറികടക്കുന്നതെങ്കിൽ ട്രെയിൻ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും. ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും കൂടെ കൂട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളവും മറ്റൊരു ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ കൂട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ആകെ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 600 മീറ്ററാണ്. 600 മീറ്ററാണ് ട്രെയിൻ സഞ്ചരിച്ചത്. ഇനി ഈ ട്രെയിനിൻ്റെ കേസിൽ ഒരു പോസ്റ്റിനെ മറികടക്കുന്നു, ഒരു സിഗ്നൽ ലൈറ്റിനെ മറികടക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ മറികടക്കുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ നോക്കി, ഒരാൾ നമുക്ക് അതിൻ്റെ ദൂരം പറയാൻ പറ്റും. ഒരാൾക്ക് ഇത്ര ദൂരമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സിഗ്നൽ ലൈറ്റിന് ഇത്ര ദൂരമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ദൂരം പറയാൻ കണക്കാക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ ഒരാൾ, സിഗ്നൽ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, അങ്ങനെയുള്ള കണക്കുകളാണ് വരുന്നതെങ്കിൽ അവിടെ ട്രെയിനിൻ്റെ നീളം മാത്രമായിരിക്കും നമ്മൾ ദൂരമായിട്ട് എടുക്കുന്നത്. അത് ശ്രദ്ധിച്ച് വെച്ചോണം. ട്രെയിനിൻ്റെ ദൂരം മാത്രമായിരിക്കും നീളമായിട്ട് എടുക്കുന്നത്. ഇതേപോലുള്ള കേസുകളിൽ പ്ലാറ്റ്ഫോം, പാലം, മറ്റൊരു ട്രെയിൻ, ഈ കേസുകളിൽ അതിൻ്റെയും കൂടെ നീളത്തെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ രണ്ട് നീളവും കൂടെ കൂട്ടി കിട്ടുന്നതായിരിക്കും ട്രെയിൻ ആകെ സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ട്രെയിൻ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 600 മീറ്ററാണ്. ട്രെയിൻ ആകെ സഞ്ചരിച്ച ദൂരം 600 മീറ്ററാണ്. എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ് അതിൻ്റെ സ്പീഡ്? 15 മീറ്റർ പെർ സെക്കൻഡിൽ. ഇവിടെ നോക്കിയേ, ഒരു സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിൻ 600 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും? എങ്ങനെയാണ് കാണുന്നത്? ഒന്നെങ്കിൽ ഇതേ ഇക്വേഷൻ അനുസരിച്ച് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇതിൽ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര സെക്കൻഡ് കൊണ്ട് ആ പാലം മറികടക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുക്കാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആ ഇക്വേഷനകത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കിയേ. ഇതേ നോക്കിയേ, ഡിസ്റ്റൻസ് 600 ആണ്, സ്പീഡ് 15 ആണ്. എത്ര കിട്ടും നമുക്ക്? 40 സെക്കൻഡ് എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 40 സെക്കൻഡ്. ക്ലിയർ ആണോ? 40 സെക്കൻഡ് പറഞ്ഞ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 ആണ്. നോക്കിയേ, പെൺകുട്ടികൾ ഫീമെയിൽ, ആൺകുട്ടികൾ മെയിൽ എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള അംശബന്ധം അവർ എത്ര പറഞ്ഞിരിക്കുന്നത്? 7:5 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണമെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ അംശബന്ധം തന്ന സ്ഥിതിക്ക് നമുക്കിതിൽ നിന്ന് നമുക്ക് പറയാം, പെൺകുട്ടികളുടെ എണ്ണം, നമ്മൾ അംശബന്ധത്തിൻ്റെ കണക്കുകൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു കണക്ക് അംശബന്ധത്തിൻ്റെ ആയിരിക്കും, ഉറപ്പായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആൺകുട്ടികളുടെ എണ്ണത്തെയും പെൺകുട്ടികളുടെ എണ്ണത്തെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് അംശബന്ധം. ക്ലിയർ ആണല്ലോ. തിരിച്ചു പറയുകയാണെങ്കിൽ അംശബന്ധത്തെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കിട്ടും, ആൺകുട്ടികളുടെ എണ്ണം കിട്ടും. ക്ലിയർ ആണല്ലോ. അംശബന്ധത്തെ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ എണ്ണം കിട്ടും, ആൺകുട്ടിയുടെ എണ്ണം കിട്ടും. ഇവിടെ ഞാൻ കോമൺ നമ്പറായിട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 7x ആണ്, ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 5x ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ അവർ പറഞ്ഞേക്കുന്നത്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 5x ആണ്, അതിനേക്കാൾ 8 കൂടുതലാണ് ആരുടെ എണ്ണം? പെൺകുട്ടികളുടെ എണ്ണം. ഞാനിത് ഇങ്ങനെ എഴുതി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കി, ഈ 5xനെ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +5x, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അത് -5x ആവും. 7x - 5x എത്ര കിട്ടും എനിക്ക്? 2x എന്ന് കിട്ടും. 2x. 8 = 2x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x = 8/2 = 4 എന്ന് കിട്ടി. അപ്പോൾ അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 4 ആണ്. നമ്മുടെ കണക്ക് കഴിഞ്ഞില്ല. എക്സ് നമുക്ക് 4 എന്ന് കിട്ടി. എക്സ് 4 എന്ന് കിട്ടി. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ആൺകുട്ടികളുടെ എണ്ണമാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ ആൺകുട്ടികളുടെ എണ്ണമായിട്ട് എന്താ എഴുതിയേക്കുന്നത്? 5x എന്നാണ് ആൺകുട്ടികളുടെ എണ്ണം എഴുതിയേക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ 5ൻ്റെ കൂടെ എക്സ് എന്ത് ചെയ്യണം? ഗുണിക്കണം. എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 5 × 4 എത്ര കിട്ടി നമുക്ക്? 20 എന്ന് കിട്ടി. ആൺകുട്ടികളുടെ എണ്ണം 20 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ, ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം അതൊന്ന് വരച്ചു നോക്കാം. നോക്കിയേ, നമുക്കത് ഇവിടുന്ന് യാത്ര തുടങ്ങാം.
ഓക്കെ, ഇവിടുന്ന് തെക്കോട്ട് യാത്ര തിരിക്കുന്നു. എത്ര സെക്കൻഡ്, എത്ര മീറ്റർ? 15 മീറ്റർ തെക്കോട്ട്, 30 മീറ്റർ തെക്കോട്ട് പോകുന്നു അല്ലേ. 30 മീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നു. വീണ്ടും അവൻ വലത്തോട്ട് തിരിയുന്നു. വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടക്കുന്നു. 20 മീറ്റർ നടന്നു. വീണ്ടും അത് വലത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും 15 മീറ്റർ നടന്നു. 15 മീറ്റർ നടന്നു. ഇപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെയുള്ള ദൂരമാണ്, അകലമാണ് ചോദിച്ചിരിക്കുന്നത്. മിക്കുള്ള ക്വസ്റ്റ്യനിലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഇതേ നോക്കിയേ, ഇവിടെ 15 മീറ്റർ ഇങ്ങോട്ട് നടന്നിട്ട് 20 മീറ്റർ അങ്ങോട്ട് നടന്നു അല്ലേ. അപ്പം 15 മീറ്ററാണ് ഇങ്ങോട്ട് നടന്നത്, അതേ 15 മീറ്റർ ഇങ്ങോട്ട് നടന്നു. അതിനർത്ഥം എന്താ? ഈ വരയ്ക്ക് നേരെ എത്തിച്ചേർന്നെന്നല്ലേ അതിനർത്ഥം. ഈ വരയ്ക്ക് നേരെ ഇങ്ങനെ എത്തിച്ചേർന്നെന്നല്ലേ അർത്ഥം. ഇവിടെയും 15ആണ്, ഇവിടെയും 15ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? നമുക്ക് 20 എന്ന് കിട്ടിയത്. ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ 30 ഉണ്ട്, ബാക്കി ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 20 ഉണ്ട്. ആ 20 ഏതാ? ഇതിന് ഈക്വലായിട്ടുള്ള 20. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര നടന്നെന്ന് പറയാം? 50 മീറ്റർ നടന്നെന്ന് പറയാം. 50 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തിരുത്തി എഴുതണം. എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റൈസ് ടു എക്സ് ആണെങ്കിൽ എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്. അതുകൂടാതെ എക്സ് എന്ന് പറയുന്നത് 2y ആണെങ്കിൽ വൈയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് 2y ആണെങ്കിൽ വൈയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമുക്ക് 2y എന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ മാറ്റി എഴുതാം. ഈ എക്സിന് പകരം 2y ഇട്ട് കൊടുക്കുന്നത്. അപ്പം 2y ദ ഹോൾ റൈസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു, അവിടെയും ഒരു എക്സ് ഉണ്ടല്ലോ, ആ എക്സിന് പകരം എന്തിട്ട് കൊടുക്കും? 2y എന്ന് ഇട്ട് കൊടുത്തു. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, 2y റേസ് ടു വൈ എങ്ങനെ എഴുതാം നമുക്ക്? 2നും ഉള്ള റേസ് ടു ആണ് വൈ, വൈക്കും ഉള്ള റേസ് ടു ആണ് വൈ. ഞാനത് സെപ്പറേറ്റ് എഴുതുന്നു. 2 റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. ഈ വൈ രണ്ട് പേർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു. ഈക്വൽ ടു വൈ റേസ് ടു 2y. ഇനി ഈ 2yയെ ഞാൻ ഇപ്പുറത്തേക്ക് ഇനി കൊണ്ടുവരുക. 2yയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. നോക്കിയേ, ഇവിടെ 2ൻ്റെ കൂടെ ഗുണിച്ചിരുന്ന ഈ വൈ റേസ് ടു വൈയെ ഞാൻ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും അല്ലേ. 2 റേസ് ടു വൈ ഡിവൈഡ് ബൈ വൈ റേസ് ടു വൈ എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇത്രയും കാര്യം എക്സിൻ്റെ അവിടെ വൈ എന്ന് വാല്യൂ കൊടുക്കുന്നു, 2y എന്ന് വാല്യൂ കൊടുക്കുന്നു, അതനുസരിച്ച് താഴേക്ക് ചെയ്തു. അത്രേ നമ്മൾ ഇതുവരെ ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ 2y ഈക്വൽ ടു വൈ റേസ് ടു 2y ഡിവൈഡ് ബൈ വൈ റേസ് ടു വൈ. നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താ? എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ. എന്താ ഇക്വേഷൻ? എ റേസ് ടു എം മൈനസ് എൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതേ ഈ സൈഡിൽ കിടക്കുന്ന ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. വൈ റേസ് ടു 2y മൈനസ് വൈ എന്ന് എഴുതാം. വൈ റേസ് ടു 2y മൈനസ് വൈ. വൈ റേസ് ടു 2y മൈനസ് വൈ. 2 വൈയിൽ നിന്ന് ഒരു വൈ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് ഒരു വൈ എന്ന് കിട്ടും അല്ലേ. 2 റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു വൈ. ഇവിടെ നോക്കിയേ, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പേഴ്സിൻ്റെ പവേഴ്സ് എന്താണ്? തുല്യമാണ്. വൈ ആണ് അല്ലേ. അതുകൊണ്ട് ആ രണ്ട് പവേഴ്സ് നമുക്ക് വെട്ടിക്കളയാം. സെയിം പവേഴ്സ് ആയതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. ബാക്കി ഇവിടെ നോക്കിയേ, 2 ഈക്വൽ ടു വൈ. വൈയുടെ വാല്യൂ എത്ര എന്ന് കിട്ടി? നമുക്ക് 2 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും എന്നാണ് ക്വസ്റ്റ്യൻ. കൂട്ടുപലിശ രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 2400 രൂപ ഒരു വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ന് നോക്കാം. ഒരു വർഷത്തേക്ക് 2400 രൂപയുടെ കൂട്ടുപലിശ എത്രയായിരിക്കും? കൂട്ടുപലിശ കാണാൻ നേരത്തെ നമുക്കറിയാം, എത്രയാണോ പലിശ നിരക്ക് അതിൻ്റെ കൂടെ 100 കൂട്ടണം അല്ലേ. ഇവിടെ 5 ആയതുകൊണ്ട് നമ്മൾ 100 കൂട്ടി 105 ഡിവൈഡ് ബൈ 100 എന്ന് എടുക്കണം. ഇങ്ങനെയാണ് കൂട്ടുപലിശ കാണുന്നത്. ഒരു വർഷമായതുകൊണ്ട് ഒരു തവണയെ ഗുണിച്ചുള്ളൂ. 2 വർഷമാണെങ്കിൽ 2 തവണ എഴുതി ഗുണിച്ചേനെ. അപ്പോൾ ഇവിടെ ഒരു വർഷമായതുകൊണ്ട് നമ്മൾ ഒരു തവണ എഴുതി ഗുണിച്ചു. അതിനുശേഷം ഒന്ന് ഗുണിച്ചു നോക്കിയേ. 0 ക്യാൻസൽ ചെയ്തു. 24 105 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2520 എന്ന് കിട്ടും. 2520. അപ്പോൾ ആദ്യ വർഷം നമുക്ക് പലിശ അടക്കം 2520 രൂപയായി. ഇനി രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത്, ഇത് ആദ്യത്തെ വർഷത്തെ കേസാണ് നമ്മൾ ചെയ്തത്. ഇനി രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് ഈ പൈസയുടെ പലിശയാണ് എടുക്കുന്നത്. ഇതേ നോക്കിയേ, 2520 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100. 105 ഡിവൈഡ് ബൈ 100 ഇത് രണ്ടാമത്തെ വർഷത്തത്. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 0 ക്യാൻസൽ ചെയ്തു. 105ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 കിട്ടും. ഇവിടെ എത്ര കിട്ടും? നമുക്ക് 21 എന്ന് കിട്ടും അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 21 എന്ന് കിട്ടും. ഇനി നോക്കി, 21ഉം 252 കൂടെ
ക്യാൻസൽ ചെയ്യാം, 126 എന്ന് കിട്ടും. 126. ഇനി 126 ഇൻറ്റു 21 എത്ര കിട്ടും നമുക്ക്? 2646. കണ്ടോ, ആദ്യ വർഷം നമുക്ക് പലിശ ഉൾപ്പെടെ 2520 രൂപയായി, രണ്ടാമത്തെ വർഷം എത്രയായി? 2646 രൂപയായി. അപ്പം നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് 2646 രൂപയാകാൻ എത്ര വർഷം എടുക്കും? 2 വർഷം. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഇട്ട് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മൈനസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ മൈനസ് 1/2 പ്ലസ് എക്സെട്ര ഈക്വൽ ടു. ഇതിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നോക്കിയേ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഇത് ജിയോമെട്രിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് അല്ല, ജിയോമെട്രിക് സീരീസ്. എന്താ ജിയോമെട്രിക് സീരീസ് അല്ലെങ്കിൽ ജിയോമെട്രിക് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചു പോകുന്നതിനെയാണ് നമ്മൾ ജിയോമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അരിത്തമെറ്റിക് സീക്വൻസ് ഒരു കോമൺ നമ്പർ കൊണ്ട് കൂട്ടി പോകുന്നു. ഉദാഹരണം 3, 6, 9, 12. ഇതിൻ്റെ അർത്ഥം എന്താ? 3 വീതം കൂട്ടി പോകുന്നു അല്ലേ? 3 വീതം കൂട്ടി പോകുന്നു. പക്ഷേ ജിയോമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സംഖ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുണിച്ചു പോകുന്നു. ഉദാഹരണം പറയാം, 1, 4, 8, 12. ഇതിൻ്റെ അർത്ഥം എന്താ? 4 വീതം ഇങ്ങനെ ഗുണിച്ചു പോവുക. 4 വീതം ഗുണിച്ചു പോകുന്നതിനെയാണ് നമ്മൾ ജിയോമെട്രിക് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണ്. എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു പോവുകയാണ്. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ, ജിയോമെട്രിക് സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഈക്വൽ ടു a/1 - r ആണ്. സം ഈക്വൽ ടു a/1 - r. ഇവിടെ നോക്കിയേ, ഇവിടെ a എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറാണ്. a എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ. r എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. ക്ലിയർ ആണോ? എന്താ കോമൺ വ്യത്യാസം എന്ന് പറയുന്നത്? ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ റേഷ്യോ, 6 എന്ന് വെച്ചാൽ കോമൺ റേഷ്യോ. എന്താ കോമൺ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിനെ ആദ്യത്തെ നമ്പർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ നമ്പറിനെ 1/2നെ ആദ്യത്തെ നമ്പർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് -1/2 ആണ്. കോമൺ റേഷ്യോ -1/2 ആണ്. ഓക്കെ, ആ വാല്യൂ ഒന്ന് ഇട്ട് നോക്കിയേ. എ എന്ന് പറയുന്ന 1 ആണ്. 1 - r എന്ന് പറയുന്ന -1/2 ആണ്. ഈക്വൽ ടു 1 ഇവിടെ നോക്കിയാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. 1 + 1/2 എന്നാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 1 ഡിവൈഡഡ് ബൈ 3/2. 1/3/2 എത്ര കിട്ടും നമുക്ക്? 2/3 എന്ന ആൻസർ കിട്ടും. എത്രയെന്ന് കിട്ടും? 2/3 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? ദേ അവസാനത്തെ കണക്ക് നോക്കിയേ. ഒരു മാസത്തെ 7-ാം തീയതി എന്ന് പറയുന്നത് മൺഡേയാണ്. 7-ാം തീയതി മൺഡേയാണെങ്കിൽ, തിങ്കളാഴ്ചയാണെങ്കിൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ദിവസമാണ് ആ മാസം 5 തവണ വരാൻ ചാൻസ് ഉള്ളത്? നമുക്കറിയാം, ഒരു മാസത്തിൽ 5 തവണ വരാൻ ചാൻസ് ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്ന ഏതൊക്കെയായിരുന്നു? 29, 30, 31. ഈ ദിവസങ്ങൾ വരുന്ന ആഴ്ചകൾ എത്ര പ്രാവശ്യം അധികരിക്കും? 5 തവണ ആവർത്തിക്കും. ഈ ദിവസങ്ങൾ വരുന്ന ആഴ്ചകൾ 5 തവണ ആവർത്തിക്കും അല്ലേ? 5 തവണ ആവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി, 7 എന്ന് പറയുന്നത് മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അടുത്ത ആഴ്ച 14 എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. 21 പറയുന്നത് മൺഡേ ആയിരിക്കും. 28 എന്ന് പറയുന്നതും മൺഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 29 വരുന്നത് ചൊവ്വ 29 ആണ് അല്ലേ? ചൊവ്വ 29 ആണ്. 30 ബുധനാണ്. 31 വ്യാഴമാണ്. ഈ 3 ദിവസം എത്ര തവണ അധികരിക്കും? 5 തവണ വരാൻ ചാൻസ് ഉണ്ട്. ഈ 3 ദിവസം 5 തവണ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ വ്യാഴം എന്ന് തന്നിട്ടുണ്ട്. അതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരുന്നവരെ